ഹലോ, നമ്മൾ വീലാൻഡ് പാർക്കിൽ പോയത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലുള്ള വീലാൻഡ് അമ്യൂസ്മെൻറ്റ് ആൻഡ് വാട്ടർ തീം പാർക്കിൽ പോയ വിശേഷമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ കുറേ നാളുകളെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഈ വീലാൻഡ് പാർക്കിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തു എന്തെങ്കിലും റെഫറൻസ് വീഡിയോസ് ഉണ്ടോയെന്ന്, പക്ഷെ ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മളെപ്പോലെ ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ഇടുന്നു. അപ്പോൾ നമ്മൾ പോയത് എപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നായതുകൊണ്ട് യാതൊരുവിധ തിരക്കും ഉണ്ടായിട്ട് പാർക്ക് പൊതുവെ ശാന്തമായിരുന്നു. ഏടും ക്യൂ നിൽക്കേണ്ടി വന്നിട്ട് റൈഡെല്ലാം കാലിയായിരുന്നു. നമ്മൾ ഒരു ഉച്ചയ്ക്ക് ശേഷം 3:30-4 മണി ആകുമ്പോഴാണ് അവിടെ എത്തിയത്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് എടുത്തിട്ട് 15 മിനിറ്റിന് ദൂരമായിട്ടേ ഉണ്ടായിട്ടു. പിന്നെ 500 രൂപയാണ് ഫുൾ പാക്കേജിൻ്റെ ടിക്കറ്റ്. 100 രൂപക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അപ്പം 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള റൈഡിൽ കയറാൻ 50 രൂപ വീതം കൊടുക്കലെന്നാണ് നമ്മൾ കേട്ടറിഞ്ഞത്. നമ്മൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ആ ഒരു ഇതിപ്പോൾ ഇല്ല, 100 രൂപയുടെ ടിക്കറ്റ് കൊടുക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് പറയാം, ഇതെൻ്റെ 60 വയസ്സുള്ള അമ്മ സാഹസികത ട്രൈ ചെയ്തതാണ്. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് നടുവിലെത്തിയപ്പം കഴിയുന്നില്ല, പിന്നെ മുമ്പോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ലാസ്റ്റ് അടുത്തൊരാൾ പോയിട്ട് രക്ഷിച്ചതാണ്, തിരിച്ചു കൊണ്ടുവന്നു. ഞാനിങ്ങനെ പറയുന്നുണ്ട് തിരിച്ചു വരലേ അമ്മ, മുമ്പിലേക്ക് കുറച്ച് സ്റ്റെപ്പേ ഇല്ലൂന്ന്. പക്ഷെ അത് മാത്രമായിരുന്നില്ല എന്ന് പിന്നെ കയറിയപ്പോൾ അത് മനസ്സിലായിരുന്നു, ഒരുപാട് പോകാനുണ്ടായിരുന്നു. അമ്മ അപ്പോൾ തിരിച്ചിറങ്ങിയത് ഭാഗ്യം. പിന്നെ അമ്മക്ക് കൈവേദന കാലുവേദന എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 100 രൂപയുടെ ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 500 രൂപയാണ് ടിക്കറ്റ്. 2 കോംബോ ഉള്ളത്, വാട്ടർ കോംബോ, ഡ്രൈ റൈഡ് കോംബോ. വാട്ടർ കോംബോയിലാണെങ്കിൽ എല്ലാറ്റിലും കയറാം, വെള്ളത്തിലും കയറാം. പക്ഷേ 2 കാര്യങ്ങളിൽ കയറാൻ പറ്റില്ല. സ്കൈ റൈഡിങ് ഏതോ 2 എണ്ണത്തിൽ കയറാൻ പറ്റില്ല വാട്ടർ കോംബോയിലാണെങ്കിൽ. മേലെ പോകുന്നുണ്ടോ എനിക്ക് മറന്നുപോയി. ഡ്രൈ കോംബോയിലാണെങ്കിൽ വാട്ടറിൽ കയറാൻ പറ്റില്ല. ഈ 2 സാധനം കൂടെ ഇൻക്ലൂഡഡ് ആണെന്ന്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് 100 രൂപയുടെ ടിക്കറ്റ് വന്നു. ബാക്കി എല്ലാവരും വാട്ടർ കോംബോ ആണ് എടുത്തത് 500 രൂപയ്ക്ക്. കുട്ടികൾക്ക് 250 രൂപയുടെ ടിക്കറ്റ്. അതും ഏജ് വെച്ചല്ല, ഒരു ഹൈറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്, ആ ഹൈറ്റിന് താഴെ. അപ്പോൾ നിലൂന് അതിനും 250, ബാക്കി 2 കുട്ടികൾക്കും 500 രൂപയുടെ ഫുൾ ടിക്കറ്റ് തന്നെ എടുത്തു. രാത്രി 8 മണി വരെയാണ് വാട്ടർ റൈഡ്സ് അവൈലബിൾ. 8 മണിക്ക് ശേഷം 10 മണി വരെ പാർക്ക് ഓപ്പണാണ്. 10 മണി വരെ നമുക്ക് നിൽക്കാം. അപ്പോൾ 7 മണിക്ക് ശേഷമുള്ള എല്ലാവർക്കും 100 രൂപയുടെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. 7 മണിക്ക് ശേഷം ഒരുപാട് ആളുണ്ടായിരുന്നു. നൈറ്റ് വൈബ് വേറെ തന്നെ ഒരു രസമായിരുന്നു, ഭയങ്കര കളർഫുള്ളായിരുന്നു. അപ്പം വെറുതെ കപ്പിൾസിനും അങ്ങനെ വെറുതെ ഫാമിലി ആയിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പെരുന്നാളിൻ്റെ അന്ന് എന്തായാലും നിറച്ച ആളുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് എന്തെങ്കിലും കയറണം തോന്നി 50 രൂപ എടുത്തിട്ട് കയറിയാൽ മതി. അപ്പോൾ ഇത് തൊട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. തൊട്ടിലടക്കം മെല്ലെ പോകുന്നില്ല, എല്ലാം റൈഡ്സ് എല്ലാം കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയത്. കിഡ്സിന് വേണ്ടിയിട്ട് ആക്കിയതുപോലെ. തൊട്ടിൽ മെല്ലെ പോകുന്നില്ല, സേഫാണ്. പിന്നെ മുകളിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ഡ്രൈ സ്ലൈഡ്സ് എല്ലാം ഇല്ല, സ്ലൈഡ്, കുറേ കുഞ്ഞു സ്ലൈഡ്, ക്ലൈമ്പിംഗ് റോക്കെല്ലാം വെച്ചിട്ടുള്ള ഒരു ഡ്രൈ സെക്ഷൻ, ഡ്രൈ ഏരിയയാണ് ഡ്രൈ റൈഡ്സ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ റൈഡ്സിലൊന്നും ആരും ഉണ്ടായിട്ട്, അപ്പം നമ്മൾ പോകുന്തോറും നമ്മൾ ഓണാക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കയറിയപ്പോൾ അവർ ഓണാക്കി തന്നു. അതുപോലെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് മതിയെന്ന് പറയുമ്പോൾ അത് അവരെ അപ്പാട് നിർത്തി. ബാക്കി വലിയ പാർക്ക് പോയാൽ അവർ ഓണാക്കിയാൽ തീരുന്നവരെ നമുക്കത് ആ ഒരു പറയാനുള്ള ഇത് ഫ്രീഡം ഉണ്ടായിട്ടാണ്. ഇത് നല്ല നമ്മളെ സ്വന്തം പാർക്ക് പോലെയായിരുന്നു. ആളില്ലാത്തതുകൊണ്ടായിരിക്കാം ആ സമയത്ത്, പ്രത്യേകിച്ച് ആ സമയത്ത് രാത്രി നല്ല തിരക്കായിരുന്നു. പിന്നെ വാട്ടർ റൈഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് 2ആണുള്ളത്. ഒന്നിൽ നിങ്ങൾ അവിടെ കാണുന്ന പോലെ പിന്നെ വലിയൊരു പൂളും അതിൽ കുറേ ചെറുതും വലുതുമായിട്ടുള്ള കുറേ സ്ലൈഡ്സും പിന്നെ ബക്കറ്റ്, വെള്ളം ഒഴിക്കുന്ന ബക്കറ്റെല്ലാം ഉള്ളത് സാധാരണ പാർക്കിൽ കാണുന്ന പോലത്തെ. പിന്നെ വേവ് പൂളാണ്. പിന്നെ ഒരു സെക്ഷനുള്ളത് വലിയൊരു നമ്മളെ പായി വെച്ചിട്ട് ചെറുന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ വലിയ സ്ലൈഡിൽ ഒരു സെക്ഷനുണ്ട്. ഈ 3 ഏരിയയാണ് കാര്യമായിട്ടുള്ളത്. അപ്പം വേവ് പൂള് ഓരോ 1 മണിക്കൂർ ഗ്യാപ്പിലും 10 മിനിറ്റാണ്. അപ്പോൾ ആ 10 മിനിറ്റ് വേവ് പൂള് തുറക്കുമ്പോൾ ഇപ്പുറമില്ലേ കുഞ്ഞുങ്ങളെ കളിക്കുന്ന പൂളിൽ ഓഫാവും, വെള്ളം ഓഫാവും. അപ്പോൾ ഏതെങ്കിലും ഒന്നേ ഒരു സമയത്തുണ്ടാവും. അതെനിക്കതൊരു ശരിയായിട്ട് തോന്നിയിട്ടാണ്. കാരണം എല്ലാവരും കൂടെ വേവ് പൂളിലേക്ക് പോകും. ഇപ്പം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്കത് അനുഭവപ്പെട്ടില്ല. എങ്ങാനും തിരക്ക് വരികയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും എന്നൊക്കെ തോന്നി.
പിന്നെ വാട്ടർ നല്ല ക്ലീനായിരുന്നു. എന്താ പറയുക, നല്ല ക്ലീനായിരുന്നു. ഈ വാട്ടർ പൂളിലെ സ്ലൈഡായാലും നമ്മളിങ്ങനെ സ്ലൈഡ് നിരങ്ങി വെള്ളത്തിൽ മുങ്ങി വീണൊരു ഓർമ്മയൊന്നും ഉണ്ടെങ്കിൽ, ഞാൻ വെള്ളത്തിലിറങ്ങില്ല, പക്ഷേ നമ്മൾ കുത്തനെ ഇറങ്ങുമ്പോൾ നമ്മൾ മൊത്തം മുങ്ങിപ്പോകലുണ്ടായിട്ടേ, സാധാരണ വണ്ടർലയിലെല്ലാം പോയാൽ. പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങളടക്കം മുങ്ങിപ്പോകുന്നില്ല. എന്താ പറയുക, പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്, സേഫാണെന്ന് തോന്നി. പിന്നെ കുറേ ലേഡീസ് സ്റ്റാഫ്സ് ഉണ്ട് എല്ലാറ്റിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേരെല്ലാം ഭയങ്കര ആർമാദമായിരുന്നു വെള്ളത്തിൽ. എന്താ പറയുക, എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. അതും നിലുവെല്ലാം പിള്ളേർ എല്ലാവരും വലിയ സ്ലൈഡിലടക്കം കയറി. താഴേക്ക് എന്താ പറയുക, കുത്തനെ വരുന്ന പായ് സ്ലൈഡിൽ. എങ്ങനെ ഉണ്ടായിരുന്നു അതും ഇതിൻ്റെ അനുഭവം? അതിങ്ങനെ കടന്നിട്ട് ഇങ്ങനെ സിർന്ന് വരുന്നതിൽ അത് കിടന്നിട്ടിങ്ങനെ ഭയങ്കര തന്നെയായിരുന്നു. എന്നിട്ടോ ഇഷ്ടായിനോ? പേടിയായിനോ ഇഷ്ടായിനോ? പാറ ഫോണായിരുന്നു പേടിയായിന്. അത് കുറച്ച് പേടിച്ചിന്. അതോടെ അത് വെള്ളത്തിൽ കളിക്കുന്ന നിർത്തി. നിലു ഒരു 5-6 പ്രാവശ്യം കയറിയിരുന്നു തോന്നുന്നു. ബാക്കി കുഞ്ഞുസ് മനസ്സിൽ 3 പ്രാവശ്യം. അപ്പോൾ എല്ലാവരും ഇതാണ് വേവ് പൂള്. പിന്നെ അത് മറ്റേ സ്ലൈഡിൽ ഇറങ്ങിയ പാട്, എന്താ പറയുക, വാട്ടർ സ്ലൈഡ് ഇറങ്ങിയ പാട് അത് വെള്ളം നിർത്തി. പിന്നെയും കുഞ്ഞൊക്കെ കുറച്ച് റൈഡ്സ് ഉണ്ടായതിനപ്പുറം കുതിരയും വിമാനവും പിന്നെ എന്തല്ലോ ഒരു 3 റൈഡ് അപ്പുറം വീണ്ടും ഉണ്ട്. അതിലായിരുന്നു കോൺസെൻട്രേഷൻ. പിന്നെ ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിനിലെല്ലാം കയറി അതും ട്രെയിനിലും കയറണം നിർബന്ധിച്ചുകൊണ്ട് ഞാൻ 50 രൂപ എന്നോട് വാങ്ങി. വീണ്ടും ഞാൻ മുക്കാന്നെല്ലാം വിചാരിച്ചു, പക്ഷെ അവരതില്ല, അവർ സമ്മതിക്കൂല എന്നെല്ലാം പറഞ്ഞിട്ട് 50 രൂപ എടുത്തിട്ട് ഞാൻ അതിൽ വെറുതെ ഇരുന്നു. അപ്പോഴേക്ക് രാത്രിയായി തോന്നുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് പൈസ നഷ്ടം വരുന്നത്, ഇടയിലിടയിൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ സ്നാക്സും ഐസ്ക്രീമും അതും ഇതെല്ലാം വിൽക്കുന്ന സ്ഥലമുണ്ട്. ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നിയ ഒരു മോമോസിൻ്റെ ടേസ്റ്റ് അത്ര വന്നിട്ടെങ്കിലും 150 രൂപയായിരുന്നു 8 മോമോസിന്. അത് ഭയങ്കര കത്തിയായിപ്പോയി. അപ്പം മൊത്തത്തിൽ നമ്മൾ സ്നാക്സും പായസവും ചായയും മോമോസിലും കഴിച്ചത്, ഞാനും അതും മാത്രം കഴിച്ചത് മാത്രം 800 രൂപയായിരുന്നു. പിന്നെ കമ്മിയൊക്കെ വന്നിട്ട് നോക്കിയിട്ടാണ്. അതുകൂടാണ്ട് ബാക്കിയുള്ളവരെ പോക്കറ്റെന്ന് പോയാലും ഒരുപാടായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പൈസ തന്നെ നമ്മൾ അറിയുകയും ചെയ്യും. ഒന്നാമത് വെയിൽ നല്ല വെയിലായിരുന്നു, ചൂട് എല്ലായിട്ട്. അപ്പോൾ ഒരു പൈസ പോകുന്ന സ്ഥലം. പിന്നൊന്നുമില്ല, അത് ജംഗിൾ സഫാരി 12. അതിൽ കുട്ടികളൊന്നും അലൗഡ് അല്ല, പക്ഷെ നിലു കയറിയെന്ന്. ഓക്ക് ശരിക്കും 4 വയസ്സേ ഉള്ളൂ. 3 വയസ്സും ഇങ്ങനെ ഇതൊന്നും അലൗഡ് അല്ല. ഞാൻ തന്നെ പേടിച്ചിട്ട് കയറിയിട്ടാ. അത് സൂപ്പറായിരുന്നു എന്ന് കേട്ടിന്. ഗോസ്റ്റ് ഹൗസിൽ കുറച്ച് ലേഡീസും കിഡ്സും കയറിയിട്ട് അതുപോലെ തിരിച്ചിറങ്ങിന്, പേടിച്ചിട്ട് കയറിയ വഴിക്ക് തന്നെ തിരിച്ചിറങ്ങിന്. 12 ഭയങ്കര ജർക്കിങ് ആണെന്നാണ് കേട്ടത്. കുട്ടികളും കുറച്ച് ഭീകരമായിരുന്നു. അപ്പോൾ കയറിയവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടോളൂ. ബാക്കിയെല്ലാം ആയില്ല. നമ്മൾ ഒരു 9 മണിക്ക് ശേഷമാണ് ഇറങ്ങി. പിന്നെ ആൾ കുറവായിരുന്നു, ടോയ്ലറ്റിലും നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം, ലോക്കറിന് 50 രൂപ എക്സ്ട്രാ കൊടുക്കണം. അതും എനിക്ക് ശരിയായതായിട്ട് തോന്നി. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും ലോക്കറിൽ സാധനം വെക്കണമെങ്കിൽ 50 രൂപ കൊടുക്കണം എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ മൊത്തത്തിൽ. ദാറ്റ്സ് ഓൾ. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പോൾ അത് പറയുന്നത് നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. യൂട്യൂബിൽ തന്നെ